ഞങ്ങളുടെ കാര്യസ്ഥൻ. കയറൊക്കെ ഓക്കെ. കൊരങ്ങോ അങ്ങോട്ട് നോക്ക്. റേച്ചാന്റെ ഫേസ് കണ്ടോ നിങ്ങൾ? പുതിയ ഫേസ്. 5 കിലോയുടെ കേക്കാണ് ഞങ്ങൾ ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്തോ? മറ്റേ കള്ളന്മാരെ പോലെയൊക്കെ ഉണ്ട്. എനിക്കിപ്പോ ആരെ കണ്ടാലും കള്ളന്മാരെ പോലെയാണ്. സൽസ വേണം സൽസ. ഹലോ ഹായ് നമസ്കാരം. എന്റെ ഡെയിലി ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ എവിടെ എന്റെ കുഞ്ഞെവിടെ? ഓ ലവിക്കട്ടെ, എങ്ങോട്ടാ? ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ്. സനോച്ചത്തിന്റെ വീട്ടിൽ പോയി. പക്ഷെ അതൊരു 2.5 hours. എവിടെ പോവാ? വല്യമ്മയുടെ വീട്ടിൽ പോവാ. ആണോ? സ്വിറ്റ്സർലൻഡിൽ പോവാ. സ്വിറ്റ്സർലൻഡിലോ? കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയതുകൊണ്ട് മമ്മിക്ക് ഓർമ്മയാണത്. എന്നാലും കുഴപ്പമില്ല. ഈ പ്രാവശ്യം ഞങ്ങള് എങ്ങോട്ടാണ്? മിഥില, സ്കോട്ട്ലൻഡിൽ കുട്ടി ആദ്യ പ്രാവശ്യം വന്നപ്പോ ഒന്ന് ഓർമ്മിപ്പിക്കരുത്. പക്ഷെ ഈ പ്രാവശ്യത്തെ ട്രിപ്പ് അങ്ങനെയൊന്നും അല്ല. ഒരുപാട് ആളുകൾ, ഒരുപാട് വിശേഷങ്ങൾ. നിങ്ങൾ കാണാത്തവരും കണ്ടവരും ഒക്കെ കാണും നമ്മുടെ ഈ വ്ളോഗില്. നിങ്ങളൊന്നും ഉണ്ടായിരുന്ന എനിക്ക് ഈ വ്ളോഗ് പറയായിരുന്നു. ഇന്ദ്രൻസിന്റെ നാടക വണ്ടി പോലെ. അതെ, ഇന്നസെന്റിന്റെ നാടക വണ്ടി പോലെ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ട്രിപ്പിനല്ല പോകുന്നത്, കഴിക്കാനാണ് പോകുന്നത്. ആ വിശേഷം ഞങ്ങൾ വഴിയെ പറയുന്നതായിരിക്കും. ഇതിനകത്ത് അത്യാവശ്യം ഒരു 3/4 ഫുഡ് ഐറ്റംസ് മാത്രമാണ്. പാക്കിംഗ് ഒന്നും കാണിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കുഞ്ഞിന്റെ ക്രിബ് തൊട്ട് എല്ലാവിധമായിട്ടുള്ള സാധനങ്ങളും ഇവിടെ സെറ്റപ്പാണ്. അടുത്ത കള്ളം കയറാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നമ്മളെല്ലാം ഭയങ്കര കെയർഫുള്ളാണ്. ഇൻഷുറൻസ് എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്, എടുക്കാത്തതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. പുതിയ വിശേഷങ്ങൾ നമുക്ക് യാത്രയിലൂടെ കാണാം. ഓക്കെ. നമ്മുടെ വീടുകളിലൊക്കെ ഒരു കാര്യസ്ഥൻ ഉണ്ടാവില്ലേ, അതേപോലെ ഈ ട്രിപ്പിന്റെ ഞങ്ങളുടെ കാര്യസ്ഥനാണ് ശ്രീകുട്ടൻ. സാധാരണ ഈ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നത് ഡാഡിയാണ്. പക്ഷെ ഡാഡി ഞങ്ങളുടെ കൂടെ ബാക്കിലായിരുന്നു ഈ പ്രാവശ്യം ഇരുന്നത്. മമ്മിയും ലവിക്കുട്ടനും മിഥിലയും ഓൾറെഡി സീറ്റിലിരുന്ന് സെറ്റിലായി. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം നോക്കുകയാണ്. ശ്രീകുട്ടൻ അടച്ചിട്ടും ഡോറും അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. എല്ലാം ചെക്ക് ചെയ്തിട്ടാട്ടോ ആള് ഫ്രണ്ടിൽ കയറിയിരിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രിപ്പിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഫുഡും അതുപോലെ തന്നെ ഞങ്ങളുടെ ലഗേജ് കണ്ട് നിങ്ങൾ അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കരുത്. അത്രയ്ക്ക് സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ലവിക്കുട്ടൻ്റെയാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ. ക്രിബ് വരെ ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ മിഥിലയുടെ ഈ പൊസിഷനിൽ നിന്ന് മിഥില മാറിയിട്ടില്ല. കാരണം മിഥിലയായിരുന്നു ഫുൾ ടൈം എൻ്റർടൈൻമെൻറ്റ്. സാനിക്കുട്ടൻ വന്നപ്പോൾ സാനിക്കുട്ടനും കൂടി ഫുൾ ബഹളമായിരുന്നു. അത് വരും വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകാനിരുന്ന ലെസ്റ്ററിലേക്കാണ്. പിന്നീടാണ് ആക്ച്വലി സാനിക്കുട്ടനെയും കൂടെ പിക്ക് ചെയ്യാൻ. സാനിക്കുട്ടന് ഒരുപാട് ലഗേജ് ഉണ്ട്. ഒരു 150 മുട്ടയും ഒരു ബോക്സ് ബനാനയും അതുപോലെ തന്നെ 5 കിലോയുടെ കേക്കും ഒക്കെ അവൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് ഫുള്ളും ഫുഡ് കഴിക്കുന്നതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ബിക്കോസ് ഇത്രയും ആളുകൾ, നമ്മൾ 15 പേരെങ്ങാണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ 5 ദിവസത്തേക്ക് വേണ്ടേ. അപ്പോൾ നമ്മളെല്ലാം സെറ്റിലാക്കി കൊണ്ടുപോകാൻ പോകുന്നത്. കുഞ്ഞുങ്ങളും ഉണ്ടായതുകൊണ്ട് അക്കടെ പുതിയ വീട്ടിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് അച്ഛനും സനക്കുണ്ടും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ എല്ലായിടത്തും കള്ളം കയറലാണ്. അക്കടെ തൊട്ടടുത്തും കള്ളം കയറി എന്നുള്ള വിവരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാത്രിയല്ല, ഇത് രാവിലെ ആവാറായി. വർത്താനം പറഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടില്ല. അക്കയൊക്കെ വീട് മാറിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ബെഡും കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ വന്നിറങ്ങിയത് എല്ലാവരുടെ ഡിസ്കഷൻ എന്താണെന്നറിയോ? വീട്ടിൽ കള്ളം കയറിയതിനെ പറ്റി. അക്കയുടെ വീടിൻ്റെ ഓപ്പോസിറ്റും കള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം വണ്ടിയിൽ ഇരിക്കുന്ന സാധനങ്ങളും ഒക്കെ എങ്ങനെ പുറത്തെടുക്കും എന്നുള്ള ആലോചനയിലായിരുന്നു. വണ്ടിയിൽ ഒരു ലോഡ് സാധനങ്ങളാണ്. കള്ളം വേണമെങ്കിൽ കുറച്ച് പഴവും കുറച്ച് മുട്ടയും പൊട്ടിച്ച് തിന്നിട്ട് പോകത്തേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് സാധനങ്ങളുണ്ട്. ഞങ്ങൾ ശരിക്കും കഴിക്കാനാണോ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഒരു ഫണ്ണല്ലേ. എല്ലാവരും ആക്ച്വലി ഫുഡ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തു. പിന്നെ പിള്ളേരൊക്കെ ഉണ്ടായതുകൊണ്ട് വേറെ ഫുഡ് കഴിച്ച് പുറത്തുനിന്ന് വേറെ ഒന്നും വരുത്തണ്ട എന്ന് കരുതി. പിന്നെ ഒരു 5 ദിവസത്തെ ട്രിപ്പാണല്ലോ. അപ്പോൾ പുറത്തുനിന്ന് കഴിച്ച് മടുക്കണ്ട എന്നും കരുതിയിട്ടാണ് എല്ലാവരും ഫുഡ് കരുതിയിരിക്കുന്നത്. സനുക്കുട്ടനാണെങ്കിൽ ഒരു ലോഡ് സാധനങ്ങൾ. അപ്പം എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് കിടക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനാണ്. എന്തായാലും അച്ഛ ഉറങ്ങാൻ പോവാണ്. അച്ഛ മാത്രമേ ഡ്രൈവ് ചെയ്യുന്നുള്ളൂ. കുറച്ച് പേരൊക്കെ ഫുഡ് കഴിക്കുന്നു. ഞാൻ ലവിക്കുട്ടിനെ ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ബെഡെല്ലാം ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊരു നാപ്പൊക്കെ എടുത്തതിന് ശേഷം രാവിലെ പിന്നെയും ജേർണി സ്റ്റാർട്ട് ചെയ്യും.
അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരികയാണ്. ഞാൻ എല്ലാം ഇങ്ങനെ ക്യാപ്ചർ ചെയ്തെടുക്കുന്ന വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാമല്ലോ എന്ന് കരുതി. അപ്പോൾ കള്ളന്മാർ എല്ലാ സ്ഥലങ്ങളിലും പതുങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇതിന് മെയിനായിട്ട് റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസ് തന്നെയാണ് കള്ളന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നത്. അവർ സ്ട്രോങ് അല്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്ത്യൻസിൻ്റെ വീട്ടിൽ കയറി ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഗോൾഡ് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ കാറാണെങ്കിലും എന്താണെങ്കിലും കുത്തി തുറക്കുക, അതുപോലെ തന്നെ കാറ് മോഷ്ടിച്ചുകൊണ്ട് പോവുക. ഞങ്ങൾ കാറിന് ഓൾറെഡി ലോക്ക് ഇട്ടിരിക്കുകയാണ് സ്റ്റിയറിങ്. ബിക്കോസ് കള്ളൻ്റെ കയ്യിൽ ഒരു കീ ഉണ്ട് എന്ന് ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, ഞങ്ങളുടെ ഔഡിയുടെ കീ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ഭയങ്കരമായിട്ട് കെയർഫുൾ ആവുന്നുണ്ട്. ഇപ്പം അങ്ങനെ ആരും ഷെയർ ചെയ്തിട്ടില്ല. മിക്ക ആൾക്കാരുടെ വീട്ടിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഷെയർ ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും പ്രിക്കോഷൻസ് എടുക്കും. പക്ഷെ ആർക്ക് ഷെയർ ചെയ്യാനുള്ള മനസ്സില്ല. കാരണം വലിയ എന്തോ വന്നു എന്ന് പറഞ്ഞ ആൾക്കാർ കളിയാക്കുന്നത് കൊണ്ടാണ് എൻ്റെ വീട്ടിൽ കള്ളം കയറി അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന് എല്ലാവരും മടിക്കുന്നത്. നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിനെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിച്ചപ്പോൾ അവരുടെ ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേരുടെ വീട്ടിൽ സ്വർണവും അതുപോലെ തന്നെ ഡയമണ്ട്സും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഉണ്ട്. ക്യാഷൊക്കെ വെക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ അവർ ഇച്ചിരിയും കൂടെ കെയർഫുള്ളാണ്. എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ വീട്ടിൽ കള്ളം കയറിയതിൻ്റെ അന്ന് തന്നെ എല്ലാവർക്കും ഞാൻ ഇൻഫോർമേഷൻ കൊടുത്തു, വീഡിയോ അയച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ഞാൻ ആക്ച്വലി വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ ഇച്ചിരി വൈകുന്നേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എനിവേ, നാളത്തെ യാത്ര നമുക്ക് കാണാം, എന്തൊക്കെയാണ് ബാക്കി വിശേഷങ്ങളെന്ന്. ഓക്കെ, അപ്പോൾ ഇപ്പം ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ 6 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. സൻകുട്ട പല്ലോ കുളിയോ എന്തെങ്കിലും നടത്തിയോ? ഹലോ, 2 പ്രാവശ്യം എല്ലാം ഇതിലൊക്കെ ഫ്ലാറ്റ് ആയിട്ട് ഉറങ്ങാണ് കേട്ടോ. കാരണം രാവിലെ എണ്ണിച്ചാ മാത്രം പല്ലേച്ചാ പോരെ. അതെ, ഉറങ്ങിയിട്ടില്ല. ഞാനിന്ന് ലൈറ്റായിട്ട് ഉറങ്ങി, അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയത്. ബാക്കിയുള്ളവർക്ക് കുളിക്കാത്തവരും ഉറങ്ങാത്തവരും ഒന്നും ഡ്രസ്സ് മാറ്റിയിട്ടില്ല കേട്ടോ. ഇന്നലത്തെ അതേ വേഷത്തിൽ തന്നെ. അപ്പൊ മമ്മി പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രാർത്ഥിക്കട്ടെ. എട്ടര മണിക്കൊണ്ട് എത്തുന്നത് 4 മണിക്കൊണ്ട് എത്തും. നല്ല തള്ളാതെ നിർത്തി തള്ളുന്നു. അതെ, അതിനെ 2 പേരെ ഇരുത്തിയേക്കുന്നത്. ലെവിക്കുട്ടൻ അന്നാണ് കേട്ടോ 80 days കംപ്ലീറ്റ് ആവുന്നത്. സോ ലെവിക്കുട്ടൻ നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമാണ്. കാരണം അവൻ എന്നെ തന്നെയാണ് നോക്കുന്നത്. കറക്റ്റായിട്ട് ഇപ്പോൾ വ്യൂയിങ് ഒക്കെ കിട്ടുന്നുണ്ടോ. പിന്നെ അത് മാത്രമല്ല, അച്ചാടെ കൂടെ ഒരുമിച്ച് ട്രാവൽ ചെയ്യുക, അതായത് ഫ്രണ്ടിലൊന്നും ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ. ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ലെവിക്കുട്ടൻ്റെ കൂടെയാണ് ഇപ്പോൾ ഫുൾ ടൈം ഞാൻ ഇരിക്കുന്നത്. കാറിലാണെങ്കിലും ഇപ്പോൾ എവിടെ പോവുകയാണെങ്കിലും. സോ ലെവിക്കുട്ടൻ്റെ ആ ഒരു നോട്ടം കണ്ടിട്ട് എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഹലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. വെതർ അത്ര സുഖമില്ല, അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, നല്ല തണുപ്പുണ്ട്. അവിടെ കളിയൊക്കെ തുടങ്ങിയിട്ടോ. ഇത് കറങ്ങുന്നു. എവിടെ ആ കറങ്ങുന്ന ആള്? ഹലോ, അത് മറ്റേ കള്ളന്മാരെ പോലെയൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ ആരെ കണ്ടാലും കള്ളന്മാരെ പോലെയാണ് തോന്നുന്നത്. യെസ് ബോസ്, യെസ് ബോസ്. ഇച്ചു ആരാ? എന്തുവാടാ നീ അവിടെ ചെയ്ത്? ഏനാ അപ്പൂസേ, എന്നാടാ ഇതാരാ സ്ട്രെച്ച് ചെയ്യുന്നേ? ആരത്? ഇച്ചുവിന്റെ ഹെയർ സ്റ്റൈൽ കാണിച്ചേ. ഇച്ചുവിന്റെ ഹെയർ സ്റ്റൈൽ കാണിച്ചേ. ഓ വാവ്, ആരാ അത് കെട്ടി തന്നെ? നോക്കിയോ? അങ്ങനെ ചെയ്തോ? ഷിമോൻ എനിക്കില്ലേ? എവിടുന്ന് കിട്ടിയ? കളിച്ചിട്ട് ആര്? ഷിമോനാണോ പറഞ്ഞേ?
നമ്മുടെ കാര്യത്തിന് നല്ല രീതിയിലുള്ള പണി കൊടുക്കുന്നുണ്ടായിരുന്നു ഷീമോനും ഇച്ചുമണിയും. മമ്മി ഭാഗ്യത്തിന് ചെന്നിട്ട് ശ്രീകുട്ടനെ രക്ഷിച്ചു. അക്ക തലേ ദിവസം, അതായത് രാത്രി ഒരു 2 മണിയോട് കൂടി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചു. സനിക്കുട്ടൻ ഒരു ബോക്സ് പഴം കൊണ്ടുവന്നതുകൊണ്ട് ഉപ്പുമാവിൻ്റെ കാര്യം സെറ്റായി. എൻ്റെ കണ്ണിനേരെ കാണാത്ത ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഉപ്പുമാവ്. പക്ഷേ വിശന്നിട്ട് ഉപ്പുമാവൊക്കെ ഏത് വഴി പോയെന്നറിയില്ല. ഇനിയും 6 മണിക്കൂറല്ലേ ചാ? ഇനി 6 മണിക്കൂറും കൂടെ യാത്രയുണ്ട്. കൊച്ചുമണി എല്ലാം സെറ്റായി, നാപ്പിയൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇനി യാത്ര തുടരുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചു. ഉപ്പുമാവൊക്കെ ഭയങ്കര വെറുപ്പുള്ള കാര്യങ്ങളാട്ടോ എല്ലാവർക്കും. പക്ഷേ യാത്രക്കിടയിൽ നമുക്ക് ഈസി ആയിട്ടുള്ള കംഫർട്ടബിൾ ഫുഡല്ലേ. അപ്പോൾ ഡാഡി ഉപ്പുമാവ് കഴിച്ചോ? ഹാപ്പി? ഇനി 6 മണിക്കൂറും കൂടി ഉണ്ട്. ശ്രീകുട്ടനെല്ലാം ചെക്ക് ചെയ്യാണ്. കാര്യസ്ഥനാണ് ഞങ്ങളുടെ കാര്യസ്ഥൻ. ടയറൊക്കെ ഓക്കെ. ഈ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ കാരണം ഒരു സോങ് പോലും നമുക്ക് വ്ളോഗിലിടാൻ പറ്റില്ല കേട്ടോ. പിന്നെ ചില സോങ്ങൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ലേറ്റർ ഓൺ അവർ നമുക്ക് ക്ലെയിം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് അങ്ങനെ 10-35 വീഡിയോസിന് അങ്ങനെ ക്ലെയിം കിട്ടി. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ഇടാമെന്ന് വിചാരിച്ചു. യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മിഥില സ്റ്റിൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ തന്നെയാണ് മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട്. ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. നമ്മളൊരു 1.5-2 മണിക്കൂറിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തുട്ടോ. കാരണം കുഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടായതുകൊണ്ട് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ലൊരു അടിപൊളി ലൊക്കേഷനിൽ വന്നിരിക്കുകയാണ് ലഞ്ച് കഴിക്കാൻ. കുറച്ച് പേരൊക്കെ വാഷ്റൂമിൽ പോയി. ദേ നമ്മുടെ ലെവിക്കുട്ടിന് ഇവിടെ കിടക്കുകയാണ്. ഒന്ന് സ്ട്രെച്ച് ചെയ്യാന്ന് വിചാരിച്ചു. ഇത്രയും നേരം കാർ സീറ്റിലല്ലായിരുന്നോ? ഉച്ചക്കത്തെ ലഞ്ച് എന്തൊക്കെയാമ്മ? നെയ്ച്ചോറ്, ചിക്കൻ കറി. അക്ക പാവം ഉറങ്ങിയിട്ടില്ല കേട്ടോ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇരുന്ന് എന്താ പറയാ എല്ലാവരും ഹാപ്പിയാക്കി. ഞങ്ങള് ഭക്ഷണം എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ഡിന്നർ ഞങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി. ഇന്ന് രാവിലെ ഇവര് സനിക്കുട്ടൻ, ട്വിങ്കിള്, മിഥില, ശ്രീകുട്ടൻ, അക്ക 5 പേര് ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഞങ്ങളൊക്കെ ഒരു പോളെ കണ്ണെങ്കിലും അടച്ചു. 2 മണിക്ക് കിടന്നു, 4 മണിക്ക് അങ്ങനെ 4 മണിയായപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തു ഇറങ്ങാൻ. എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ 6 മണിയായി. അതുകൊണ്ട് നല്ലത് ഇന്ന് എനിക്ക് തോന്നുന്നു പ്രോപ്പർ റെസ്റ്റ് എടുക്കാനുള്ള പ്ലാനാണ്. എവിടെയും സൈറ്റ് വ്യൂയിങ് ഒന്നും ഇല്ല. സോ എന്തോ അവർ അവിടെ പോയേക്കോ, വാഷ്റൂമിൽ പോയേക്കോ അച്ചു. വെയിറ്റ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ ഫുഡും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫുഡിന്റെ കാര്യം പറയുന്നത് ഞാൻ ഭയങ്കര ഹാപ്പി എന്താണെന്നറിയോ? സനിക്കുട്ടൻ ഇത് നിറച്ച് ബനാനയാണ്. അത് കൂടാതെ 5 കിലോ കേക്ക്, പിന്നെ 180 മുട്ട. ഇതെല്ലാം കൂടെ പുഴുങ്ങി അല്ലെങ്കിൽ പൊരിച്ച് തിന്നാന്ന് എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അതായത് ഒരു ട്രിപ്പിന് പോകുന്ന നേരത്ത് ഫുഡും കൊണ്ട് ദൈവം അനുഗ്രഹിച്ച് വിട്ടിരിക്കുകയാണ്. ഫുഡ് മാത്രമാണോ ഇന്റൻഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു 5-6 ദിവസത്തേക്കുള്ള ട്രിപ്പല്ലേ, ഇത്രയും പേരുണ്ടല്ലോ. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആകും. നമ്മൾ 2-3 ദിവസമൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മളൊരു റിസോർട്ട് പോലെയുള്ള സംഭവമാണ് എടുത്തിരിക്കുന്നത്. കുക്ക് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കുക എന്ന് കരുതി. ഒരു കാട്ടിലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ വേണമെന്ന് കരുതിയിട്ടാണ് നമ്മളെല്ലാം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ വണ്ടി. ഓക്കെ, അപ്പോൾ ഓവൻ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളൊന്ന് ഫുഡ് ചൂടാക്കിയിട്ട് വരട്ടെ. ചെറുക്കൻ ദേ താഴെ കിടന്ന് നല്ല സുഖം ഉറക്കും. എൻജോയിങ്. അവൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രെച്ചൊക്കെ ചെയ്ത് ഹാപ്പി. അവൻ്റെ ഈ ഫസ്റ്റ് ലോങ് ട്രിപ്പ് എങ്ങനെ ആയിരിക്കും എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നേ. പക്ഷെ എൻ്റെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ എന്താ പറയുക സഹകരിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കായിരുന്നു ഇത് തന്നെ ദൈവമേ അടിപൊളിയായിട്ടിരിക്കണേ, എൻ്റെ കുഞ്ഞിന് പ്രയാസങ്ങളൊന്നും ഉണ്ടാവല്ലേ എന്ന്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായതുകൊണ്ട് അവനും ഹാപ്പി. അങ്ങനെ ചിക്കൻ കറിയുമായി നമ്മുടെ ശ്രീകുട്ടൻ തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ ചൂടുണ്ട്. ഇത് അതെ, അതെ, ഇതൊരു നല്ലൊരു പരിപാടിയല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങളുടെ ഫുഡ് ചൂടാക്കാനാണ്. നമ്മളെല്ലാം കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മൾ അതെ, എന്തായാലും പരിപാടി കൊള്ളാം. അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനുള്ള ധൃതിയിലാണ്. നമ്മുടെ യാത്രയെല്ലാം വളരെ നല്ല ആക്റ്റീവായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അതെ, മുന്നോട്ട് പോവാണ്. ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. ഓക്കെ,
ആദ്യത്തെ ദിവസം നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് അക്കയുടെ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പം ഉച്ചയ്ക്കത്തുള്ള ഫുഡും ഇതുപോലെ തന്നെ ഞങ്ങൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് അവിടെ നിന്ന് ചൂടാക്കിയിട്ട് കഴിക്കുകയാണ്. നല്ലൊരു പാക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ കുഞ്ഞുങ്ങളും എല്ലാവർക്കും കളിക്കാനും ഇരിക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന് സമയം പോകുന്നതും അറിയില്ല. ഓൾമോസ്റ്റ് നമുക്കൊരു 8-9 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. തലേ ദിവസം നമ്മൾ 4 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തു. വീട്ടിൽ നിന്ന് നമ്മൾ ഗ്രാന്തത്തെത്തിയത് 3 മണിക്കൂർ എടുത്തു. പിന്നെ അവിടെ നിന്ന് 1 മണിക്കൂർ എടുത്തു ലെസ്റ്ററിലേക്ക്. അപ്പോൾ ഒരു പ്രോപ്പർ ബ്രേക്കൊന്നും ലെസ്റ്ററിൽ ഞങ്ങൾ ആരും തന്നെ എടുത്തിട്ടില്ല. അച്ഛന് മാത്രം കുറച്ച് ഉറങ്ങാനുള്ള സമയം കൊടുത്തു. ബാക്കി ആരും ഉറങ്ങിയില്ല. അയ്യോ, വിശപ്പ് കാരണം ആർക്കും കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും കഴിച്ചു. ഗംഭീരമായിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു. നല്ല ഗീ റൈസും ചിക്കൻ കറിയും. റൈച്ച, ലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? വൈഫ് ഉണ്ടാക്കിയതായതുകൊണ്ട് വൈഫ് ഉണ്ടാക്കിയതാണ്. റൈച്ചന്റെ പുതിയ കോല എങ്ങനെയുണ്ട്? ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കരണ്ടതാണ്. ഇനി സനോ അടുത്ത എന്താണ്? 5 കിലോ കേക്ക്. മിഥിലയുടെ പപ്പയുടെ മമ്മിയുടെ ആനിവേഴ്സറി പ്രമാണിച്ച് 5 കിലോ കേക്ക്. അതെ, പപ്പ മമ്മി ഹാപ്പി ആനിവേഴ്സറി. 5 കിലോയുടെ കേക്കാണ് ഞങ്ങൾ ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. വെരി നൈസ്. അങ്ങനെ അയ്യോ, കട്ട് ചെയ്യണ്ട, കട്ട് ചെയ്ത് പാക്കറ്റാ. ഞങ്ങൾ യാത്ര ആയതുകൊണ്ട് അങ്ങനെ പറയരുത് ബ്ലോഗിൽ. ഞങ്ങൾ യാത്ര ആയതുകൊണ്ട് അച്ഛൻ അമ്മ കട്ട് ചെയ്തിട്ടാണ് സരു പാക്ക് ചെയ്ത് കൊണ്ടുവന്നത്. ഓരോരുത്തർക്കും ഓരോ പീസ്. വെരി നൈസ്. ചോക്ലേറ്റ് കേക്ക്. ചോക്ലേറ്റ് കേക്ക് ഒന്നിന് 10 പൗണ്ട് കൂടി 10 പെൻസ്. ലവിക്കുട്ടിന് എടുക്കും ചോക്ലേറ്റ് കേക്ക്. ഗ്ലൂട്ടൻ ഫ്രീ ചോക്ലേറ്റ് കേക്ക്. കഴിച്ചിങ്ങനെ ചോക്ലേറ്റ് കേക്ക്. ചേച്ചി ഒരു ചോക്ലേറ്റ് കേക്ക്. ഇതാണ് ഞങ്ങള് 150 മുട്ടേന്റെ കഥ ഗൈസ്. ചോക്ലേറ്റ് കേക്ക് 250 ചോക്ലേറ്റ് കേക്ക്. ഈ കേക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പ്രസവിച്ച് കിടന്നപ്പോൾ ഡെലിവറിക്ക് എന്നും ഇത് എനിക്ക് ലഞ്ചിന്റെ മെനുവിന് ഫ്രീ കിട്ടുന്ന കേക്കാണിത്. ഇതാണ് നീ അടിച്ചു മാറ്റി നിങ്ങൾക്കൊക്കെ ഇല്ലേ കയ്യില്? വേണോ വേണ്ടോ? ഞാനും ആ ഒരു എക്സ്പെക്ടേഷനാ. പക്ഷെ രസമുണ്ട്. ബൈ. കേക്കിന്റെ ആള് പോണുണ്ടല്ലോ. ബൈ. ടാറ്റ. കേക്ക് സഹകരിച്ച എല്ലാവരോടും നന്നായിരിക്കുന്നു. അങ്ങനെ ഞാനും എൻ്റെ ബാഗും മാത്രം ബാക്കിയായിട്ട് ഇവിടെ ഇരിക്കുന്നു. നേരെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തണം. ഇനി 3 മണിക്കൂറും കൂടി ഉണ്ട്. എല്ലാവരും ചോക്ലേറ്റ് കേക്കൊക്കെ ആയിട്ട് തിരിച്ചു പോവാണ്. ഒരു അടിപൊളി, എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരേ ഒരു വൈബിലുള്ള ആൾക്കാരായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പം മിഥിലയും അതുപോലെ തന്നെ ശ്രീകുട്ടൻ, പിന്നെ നമ്മുടെ ഫസ്റ്റ് ടൈം ട്രിപ്പിലാണ് ഇവരെല്ലാവരും ജോയിൻ ചെയ്തിരിക്കുന്നത്. ട്രിപ്പിൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ അച്ചുവാണ്. അച്ചുവിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഇങ്ങനെ പോവാമെന്ന്. അപ്പോൾ 8 മണിക്കൂറൊക്കെ ഡ്രൈവ് എങ്ങനെയായിരിക്കും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം നല്ല അടിപൊളിയായിട്ട് ദൈവം സഹായിച്ചു പോകുന്നു. പ്രാർത്ഥന മാത്രം. സേഫായിട്ട് നമ്മുടെ ലൊക്കേഷനിൽ എത്താനുള്ള പരിപാടിയിലാണ്. കേക്ക് മാസ്റ്റർ അകത്തോട്ട് കയറി പോവുകയാണ്. കേക്ക് ഇതുവരെ തീർന്നിട്ടില്ല. അവിടെ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ആർക്കെങ്കിലും കച്ചവടം ചെയ്ത് കൊടുക്കൂട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ചെറുതായിട്ട് കുറച്ച് പേരൊക്കെ മയങ്ങാൻ തുടങ്ങി. ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അതായത് ആദ്യമായിട്ടാണ് മമ്മി, ഡാഡി, അക്ക, ഫാമിലി, സനുക്കുട്ടൻ, ട്വിങ്കിളൊക്കെ സ്കോട്ട്ലൻഡ് കാണുന്നത്. ഈവൻ ശ്രീകുട്ടനും. മിഥിലയും ഞാനും അച്ചു മാത്രമേ ഉള്ളൂ ഇതിനു മുമ്പേ 2-3 പ്രാവശ്യം സ്കോട്ട്ലൻഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്കും ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പുതിയ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ എന്നാലും സ്കോട്ട്ലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെ നമ്മുടെ അച്ചായായിരുന്നു. അപ്പോൾ അച്ചായ്ക്കാണ് ഏറ്റവും കൂടുതൽ ഐഡിയ ഉള്ളത് എവിടെയൊക്കെയാണെന്ന്. അച്ച കണ്ട സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് വേറൊരു കോമഡി എന്താണെന്നറിയോ? വണ്ടി കയറിയ ഉടനെ ഉറങ്ങുന്ന ഒരാളാണ് നമ്മുടെ ഷീമോൻ, അക്കയുടെ ചെറുത്. പക്ഷേ ആൾ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ചാടി ഇറങ്ങി ഉഷാറായിട്ട് ഫ്രണ്ടിൽ തന്നെ കാണും കേട്ടോ. അക്കയ്ക്കല്ല അച്ചായ്ക്കൊരു കോഫി മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അച്ച ആക്ച്വലി ഇത്രയും ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് നമ്മൾ അച്ചായ്ക്കൊരു കോഫിയൊക്കെ കൊടുത്ത് സോപ്പ് ഇട്ടിട്ടിരിക്കുകയാണ്. ഈ വളവ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ എത്തുന്നതാണ് അച്ച പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അങ്ങനെ എല്ലാവരെയും ഞങ്ങൾ കുത്തിപ്പൊക്കി, ഉറങ്ങിയവരെയൊക്കെ ചാടി എണ്ണിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിയത്. അച്ചായാണ് ഫുള്ളും ബുക്ക് ചെയ്തത് കേട്ടോ.
അപ്പോൾ ആദ്യമേ പറഞ്ഞു ചാടി ഇറങ്ങുന്നത് നമ്മൾ നേരെ പോകുന്നത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അത് കേട്ടതും പിള്ളേരൊക്കെ ഭയങ്കര ഉഷാറായി. കാരണം സ്വിമ്മിംഗ് പൂൾ പിള്ളേർക്ക് 7:30 വരെ ഉള്ളൂ, വലിയവർക്ക് 8:30 വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചാടി വാരി ഇറക്കുകയാണ്. ഡ്രസ്സൊന്നും മാറാതെ ബാഗൊന്നും എടുത്ത് വെക്കാതെ ഞങ്ങളുടെ റൂം പോലും കാണാതെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കും അച്ചായിക്ക് ഒരു ഐഡിയ തോന്നുന്നത്, നമ്മുടെ ലെവിക്കുട്ടനെ ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറക്കിയാലോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേർ സ്വിം ചെയ്യുന്നത് ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അക്ക അപ്പോൾ ചോദിക്കുകയാണ് അവനോട് സ്വിം ചെയ്യണമെന്ന്. അപ്പോൾ അവന് ചെറിയ ആഗ്രഹം തോന്നി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഓക്കെ അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നമ്മുടെ കുട്ടാപ്പിയെ ഇറക്കാമെന്ന് തീരുമാനിച്ചു. എന്താണ് ഇവിടെ കിടന്ന് തപ്പണ്? ഭയങ്കര തപ്പനാണെങ്കിൽ പൂളിച്ചാടണം. പൂളിച്ചാടാൻ വേണ്ടി എല്ലാവരും ചാടിയിട്ടോ. മിഥിലേക്ക് എനിക്ക് ഇതിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് മാറ്റി ഇവിടെ വെച്ചതാണ്. എന്നിട്ടിരുന്ന് തപ്പ് കേട്ടോ. ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു. വന്നതും ആ 7:30 ആകുമ്പോൾ കുട്ടികളുടെ പൂള അടയ്ക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങള് ബാഗൊന്നും ഇറക്കി വെച്ച് പോലും ഇല്ല. നോക്ക്, ഞങ്ങൾ ചാടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എന്താണ് മിഥില ചാട? ഒക്കെ നീ ചാടുന്നു. എന്താണ് മമ്മിയോ? മമ്മി പൊളിച്ചു. അടിപൊളി അടിപൊളി മമ്മ അടിപൊളി. നല്ല രസമാണ്. അങ്ങനെ മമ്മി ഒരുപാട് നാളുകൾക്ക് ശേഷം അടിപൊളിയായിട്ട് സ്വിം ചെയ്തു. നമ്മുടെ ചെറുക്കനും സ്വിമ്മിങ് എൻജോയ് ചെയ്തു കേട്ടോ. ഞാൻ സ്വിം ചെയ്ത് ഉടനെ തന്നെ കുറച്ച് പാരസെറ്റമോൾ കൊടുത്തു. കാരണം പനി വരുമോ ഇല്ലേന്നൊന്നും അറിയത്തില്ലല്ലോ. പക്ഷേ പിള്ളേരുടെയൊക്കെ സ്വിമ്മിങ് കണ്ടിട്ട് ഞാൻ ശരിക്കും ഹാപ്പിയായി. അവർ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് പ്രോൺസ് ഒക്കെ മസാല പുരട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എല്ലാവരും ഫുഡ് കഴിക്കുന്നതിൻ്റെ ധൃതിയിലാണ്. കേട്ടില്ലേ ബഹളം? അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോകും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ നമ്മുടെ കുറ്റനും ഇവിടെ ബെഡിൽ വന്ന് കിടന്നു. ഈ റിസോർട്ടും കാര്യങ്ങളൊക്കെ രാവിലെ കാണിച്ചു തരാം. അടിപൊളിയാണ്. ഇവിടെ ഏതോ ഒരു ഹിന്ദി മൂവീൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ രാവിലെ ബാക്കി വിശേഷം. ഓക്കെ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, ബൈ ബൈ. എന്താ പോ സനക്കൂട്ടം കൊണ്ടുവന്ന 280 മുട്ടയിലെ 40 മുട്ട ഇന്ന് പുഴുങ്ങി. ഞങ്ങൾ മടക്കപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഈ റിസോർട്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ രാവിലെ എണ്ണിച്ച് കാണിക്കണം എന്ന് വിചാരിച്ചാട്ടോ. പക്ഷെ ബിസി ആയിപ്പോയി. കറക്റ്റായിട്ട് പുറത്തിറങ്ങിയിട്ട് കാണിക്കാം അല്ലേ അപ്പു? ഹലോ, അപ്പോൾ ഈ റിസോർട്ടിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാമെന്ന് പ്രോമിസ് ചെയ്തു. ഞങ്ങൾ താമസിക്കുന്ന 3 വീടുകളാണ് കേട്ടോ. സോ ഇതല്ല, അത് രണ്ടും പിന്നെ ആ സൈഡിലൊരു വീടുമാണ്. നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ ഇന്ന്. അച്ചു എന്തോ ഡോൾഫിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്നത് നേരെ അങ്ങോട്ടാണ്. അപ്പോൾ ഈ റിസോർട്ട് സാധനങ്ങളും സംഭവങ്ങളും താമസിക്കുന്ന അത് അവിടെയാണ്. ഇതിൽ വരുന്നുണ്ടല്ലേ, ആ റിസോർട്ടാണ് ഇന്ന്. സോ എൻ്റെ കുഞ്ഞാപ്പി കരയുന്നു കേട്ടോ. ഞാനേ പാൽ കൊടുത്തിട്ട് ബാക്കി. സനു ഇന്ന് വ്ളോഗ് ഇടാണ്. എന്ന് നീ പോസ്റ്റ് ചെയ്യും? ഇതിൽ എന്ന് സ്പോട്ട് ഞങ്ങൾ അടുത്ത വർഷത്തിന് മുന്നേ അടുത്ത സമ്മറിന് വരാം ഇത് കണ്ടിട്ട്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. സോ ഇന്നലെ സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ പുറത്തിറങ്ങുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പേർക്ക് ട്രിപ്പിന് പോകുന്ന നേരത്തും അതുപോലെ തന്നെ വണ്ടിയിൽ നിന്നും ഒക്കെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലെടുക്കുക, പ്രത്യേകിച്ച് പാസ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഒരുപാട് പേര് ഇപ്പോൾ യൂറോപ്പ്
റോഡ് ട്രിപ്പ് പോയപ്പോൾ കാറിൽ നിന്ന് വണ്ടിയിൽ നിന്ന് സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റി എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവർ താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിൽ നിന്നും റിസോർട്ടിൽ നിന്നും സാധനങ്ങൾ മോശം പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഉച്ചക്കത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി. സ്നാക്സ് ഒക്കെയാണ് ഡാഡി എടുത്തു വെക്കുന്നത്. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ ഡോൾഫിൻ പോയിന്റിലേക്കാണ്. അതാണ് ഇന്നത്തെ ആദ്യത്തെ സ്പോട്ട് എന്ന് അച്ചു പറഞ്ഞത്. ബാക്കി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണാം കേട്ടോ. ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. അങ്ങനെ നമ്മൾ ഡോൾഫിൻ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അതെ, എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ് ആണ് വീഡിയോ ഒക്കെ എടുക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും. നമ്മൾ കണ്ണിൽ കണ്ട് ആസ്വദിക്കുക, അല്ലാതെ എനിക്ക് വീഡിയോയിൽ അത് ക്യാപ്ചർ ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അത് നമ്മൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, ഭയങ്കര പേഷ്യൻസോട് കൂടി. അപ്പം ഞങ്ങളെല്ലാവരും ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്നാണ് ഡോൾഫിനെ കണ്ടത്. സാനിക്കുട്ടൻ്റെ ഒക്കെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ മമ്മിയെ കണ്ടിട്ടേ ഇല്ല, അത്ര മാത്രം വർത്താനായിരുന്നു ഡോൾഫിൻ പോയിന്റിൽ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് സംസാരിച്ചത്. ഡോൾഫിനെ കണ്ടവരൊക്കെ കൈ വെക്കൂ. ഡാഡി മാത്രം കണ്ടില്ല എന്ന് പറയുന്നു. ആണോ ഡാഡി കണ്ടില്ലേ? ഞങ്ങൾ അങ്ങനെ അടിപൊളി ഒരു ഡോൾഫിൻ കാഴ്ച കണ്ടു. ചാടി മറയുന്നത് കണ്ടു. അടിപൊളി. ഇവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് എല്ലാവരും. ഫോട്ടോ അത്യാവശ്യം എല്ലാവരും ചെറിയ രീതി കണ്ടു. അവിടെ കപ്പിൾസ് ആണ്, റൊമാൻറ്റിക് രീതിയിൽ നിൽക്കുന്നു. വാ, പക്ഷെ നല്ലൊരു വൈബ്. ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര തണുപ്പാന്ന്. എല്ലാവരും ജാക്കറ്റൊക്കെ കരുതിയിട്ടുണ്ട്. തണുപ്പുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നല്ലൊരു ഫീൽ, നല്ലൊരു ഡേ. ഈ ഫാമിലിയെ കണ്ടില്ലേ? ഞാൻ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ കേട്ടോ, കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു. നല്ലൊരു ക്രൂ. മമ്മി നമ്മുടെ കൊച്ചുട്രാപ്പി അവിടെ ഇരിപ്പുണ്ട്, ജിയും. അപ്പോൾ ഈ ഫോട്ടോ എടുത്തതിന് ശേഷം ഫാമിലി ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിന് ശേഷം കുട്ടി മോഡൽസിന്റെ ഷൂട്ടായിരുന്നു. ഷീമോൻ സാധാരണ ഫോട്ടോയ്ക്കൊന്നും പോസ്റ്റ് ചെയ്യുന്ന ആളല്ല. പക്ഷേ ഇച്ചുമണി ഉണ്ടായതുകൊണ്ട് കൂട്ടത്തിൽ വരാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വരികയാണ്. ഇച്ചുമണിയാണ് എല്ലാ താളത്തിനും എൻ്റെ തുള്ളിക്കൊണ്ടിരിക്കുന്ന ആളുടെ പോക്ക് കണ്ടില്ലേ? അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. പിന്നെ ഷീമോൻ്റെ ആ ക്യൂട്ട് ഉറക്കം കണ്ടില്ലേ? ഇത് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ കുറേ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ വണ്ടി നിർത്തിയത് ഫുഡ് കഴിക്കാനാണ്. നാൻഡോസിലേക്കാണ് കയറിയത്. കുറച്ച് പേരൊന്നും നാൻഡോസ് ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്കിവിടെ ഇന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്രൈ ചെയ്യാത്ത ആൾക്കാർക്ക് ഇവിടെ എന്തൊക്കെയാണ് അവൈലബിൾ എന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാനും അച്ചായും കൂടിയാണ് ഫുഡെല്ലാം ഓർഡർ ചെയ്തത്. അതായത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് എല്ലാവർക്കും ഈക്വലി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് പറഞ്ഞത്. സ്പൈസൊക്കെ കുറച്ചിട്ട് പിള്ളേർക്കും, പിന്നെ മീഡിയം സ്പൈസിൽ ഞങ്ങൾക്കും ഒക്കെ. എന്തായാലും സംഭവങ്ങളെല്ലാം വന്നു. ഈ ഒരു ആംഗിളിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വരും എന്ന് നോക്കിയായിരുന്നു. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ വന്നു. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരെയും ആംഗിളിലൂടെ കാണാനും. അങ്ങനെ പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ചിപ്സൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ചിപ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മൾ റാപ്പും അതുപോലെ തന്നെ ഗ്രിൽഡ് ചിക്കനും ഗാർലിക് ബ്രെഡും ഒക്കെയാണ് പറഞ്ഞത്. ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒട്ടും മോശമല്ലാത്തത് കൊണ്ട് എല്ലാവരും എല്ലാം ട്രൈ ചെയ്ത് വയറ് നിറഞ്ഞ് ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം കുറച്ച് സാധനങ്ങളൊക്കെ ടെസ്കോയിൽ നിന്ന് മേടിക്കാനുണ്ടായിരുന്നു. കുറച്ച് മിൽക്കും ഷുഗറും ഒക്കെ. പിന്നെ മിഥിലേടെയും ശ്രീകുട്ടൻ്റെ കയ്യിലിരിക്കുന്ന സംഭവം കണ്ടല്ലോ, അതാണ് വൈകിട്ടത്തെ പരിപാടി. അങ്ങനെ പ്രാർത്ഥനയും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ 2 ദിവസം അടിച്ചു പൊളിച്ചു. എഗെയിൻ ഇന്ന് വ്യൂ എല്ലാം കണ്ടു, ഡോൾഫിനെ കണ്ടു. ഞങ്ങൾ ഹാപ്പിയായി ഭക്ഷണമൊക്കെ കഴിച്ചു. അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ഇവിടെ നടത്തി. ഞങ്ങളിപ്പോ നേരെ പൂളിലേക്ക് ചാടാൻ പോവാണ്. പക്ഷെ പൂളിൽ ചാടുമ്പോ നമുക്ക് ക്യാമറയും ചാടാൻ പറ്റത്തില്ല. അത് കാരണം ഇവിടെ നമ്മൾ അവസാനിക്കുകയാണ്. എല്ലാവരും എൻജോയ് ചെയ്തു, ലേവിക്കുട്ടർ എൻജോയ് ചെയ്തു. എല്ലാവരും ഹാപ്പിയാണ്. ഇന്നത്തെ വൈകിട്ടത്തെ ഡിന്നറിന്റെ പ്രിപ്പറേഷൻ എന്താണെന്ന് ആലോചിച്ചിരിക്കുകയാണ് ട്വിങ്കിള്. അതുപോലെ തന്നെ പല ആളുകളും പല മെന്റാലിറ്റിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്കിവിടെ സമയമില്ല സംസാരിക്കാൻ. നമ്മൾ പൂളി ചാടുന്നതിന്റെ തിരക്കിലാണ്. ഇവിടെ ചെല്ലുക, ചാടുക, അതാണ് നമ്മളുടെ ഒരു ഇന്റൻഷൻ. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അടുത്തൊരു എപ്പിസോഡിൽ വെറൈറ്റി വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒരു വെറൈറ്റി എപ്പിസോഡ് ആയിരിക്കും. അതുവരെ ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ.